2025 നമ്മൾ കാണുന്ന ആദ്യത്തെ അത്തം കൂടെയാണ് കേട്ടോ ഇത്. ഒരു 60-65 ദിവസമായിട്ട് നമ്മൾ അത്തത്തിനുള്ള സാധനം നമുക്ക് കിട്ടും. എല്ലാ വർഷവും നമ്മൾ ഇവിടെ നിന്നാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഞങ്ങളിത് അലഞ്ഞോണ്ടിരിക്കുകയാണെങ്കിൽ അത്തം നോക്കി അത്തം ഒരിടത്തുമില്ല. അത്തം തേടി 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 റോഡിലൊന്നും ഒരു അത്തവും. അവസാനം ട്രിവാൻഡ്രത്ത് ഞങ്ങൾ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ അത്തമാണത് ഇത്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഒരു പുതിയ വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിത് രാവിലെ എങ്ങോട്ട് പോവാന്നല്ലേ? എങ്ങോട്ട് പോവാം മാളു? അത്തം കാണാൻ പോവാ. ഞങ്ങളിത് ഇന്ന് ട്രിവാൻഡ്രത്തുള്ള അത്തം കാണാൻ പോവാണ്. ഞങ്ങളിത് രാവിലെ ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് അത്തമായിട്ട് തുടങ്ങുകയാണ് കേട്ടോ. ഫസ്റ്റ് ഡേ ആണ് അത്തത്തിൻ്റെ. അപ്പം ഇന്ന് തന്നെ എല്ലായിടവും പോയി കാണണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ പോവാം കേട്ടോ. കമോൺ ഗൈസ്, നമുക്ക് അത്തം കാണാൻ പോകാം. അപ്പോൾ ഗൈസ്, നമ്മൾ ആദ്യത്തെ അത്തം നമ്മളിത് കണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ആദ്യത്തെ അത്തം. 2025 നമ്മൾ കാണുന്ന ആദ്യത്തെ അത്തം കൂടെയാണ് കേട്ടോ ഇത്. നല്ല ഡിസൈനാണ് ഗൈസ്, കൊള്ളാം, കാണാനും കൊള്ളാം. ഇത് സുരഫി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ ഗൈസ്, നമുക്കിനി നേരെ അടുത്ത അത്തം കാണാൻ പോയാലോ. അപ്പോൾ ഗൈസ്, ദേ ഞങ്ങളിത് അടുത്ത അത്തത്തിൽ എത്തിയിട്ടുണ്ട്. അത്തമൊന്നുമില്ല ഗൈസ്, ഇപ്പോൾ ട്രിവാൻഡ്രത്ത് അത്തമൊക്കെ നല്ല രീതിക്ക് കുറഞ്ഞിട്ടുണ്ട്. ഞങ്ങളങ്ങനെ ഒത്തിരി അല്ലതിന് ശേഷമാണ് ദേ പയർ മൂടുന്ന സ്ഥലത്ത് ഒരു അത്തം കണ്ടിട്ടുണ്ട്. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് അത്തം. കൊള്ളാം, സിമ്പിളാണെങ്കിലും നല്ല അത്തമാണ് ഗൈസ്. അത്തമൊക്കെ കാണുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു പ്ലസൻറ്റ് ഫീൽ ഉണ്ടല്ലോ. പണ്ടൊക്കെ ആണെങ്കിൽ ഓരോ ജംഗ്ഷനിലും ഓരോ അത്തമായിരുന്നു. ഇപ്പോൾ അങ്ങനത്തെ ഒരു സിസ്റ്റമൊക്കെ മാറിയെന്ന് തോന്നുന്നു. അത്തം കിട്ടാനില്ല, അത്തം കാണാറില്ല, അത്തം ആരും ഇടാറില്ല. പണ്ടൊക്കെ എൻ്റെ ഏരിയയിൽ ആ ഒരു റോഡിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ജംഗ്ഷനിലും ഓരോ അത്തമായിരുന്നു. ഇപ്പോൾ അങ്ങനെയൊന്നും ഇല്ല ഗീസ്. ഒരെണ്ണമാണ് ഞാൻ അവിടെ കണ്ടത്. പിന്നെ അതിനുശേഷം ഇതാണ് കാണുന്നത്. അപ്പം നമ്മുടെ അടുത്ത അത്തം എത്തിയിട്ടുണ്ട്. പയറുമൂട് പൗരാവലി ക്ലബ്ബ് നടത്തുന്ന അവരുടെ അത്താണ് കേട്ടോ. ഫസ്റ്റ് ഡേയിൽ അവരുടെ അത്താണ്. ഇവിടെ ഇനി ഒരു 2 ദിവസം കൂടി ഇടും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ളും വേറെ സ്റ്റാച്ചു പോലെയൊക്കെ ചെയ്തിട്ട് അത് ചെയ്യുമെന്നാണ് അവിടുത്തെ ചേട്ടന്മാർ പറയുന്നത്. അപ്പോൾ അവരത് കുറച്ച് പൂന്തോട്ടമൊക്കെ വളർത്തുന്നുണ്ട്. അവർ സ്വന്തമായിട്ട് തന്നെ പൂവിട്ടിട്ടാണ് അങ്ങനെയാണ് വയ്ക്കുന്നത്. നമുക്ക് എന്തായാലും ആ പൂന്തോട്ടം കൂടെ ഒന്ന് കാണാം ഗൈസ്. ഈ ഒരു പൂവിൽ നിന്നാണ് അവർ അത്തം ഇടുന്നത്. ഇതുകൊണ്ട് ഗൈസ്, ഈ പൂവെല്ലാം ഇവർ നടുന്നതാണ്. നമ്മളിപ്പോൾ ഏകദേശം തൈയിട്ട് 20 ദിവസം കഴിഞ്ഞിട്ട് 45 ദിവസത്തിന് വളർച്ചയാണ്. ഏകദേശം പൂട്ടുകളെല്ലാം ആയിട്ടുണ്ട്. ഏകദേശം ഒരു 60-65 ദിവസമായിട്ട് നമ്മൾ അത്തത്തിനുള്ള സാധനം നമുക്ക് കിട്ടും. എല്ലാ വർഷവും നമ്മൾ ഇവിടെ നിന്നാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് അത്തത്തിന് വേണ്ടി മാത്രം അവർ വളർത്തുന്നതാണ് കേട്ടോ. ഇപ്പം അവർ അവരുടെ ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് വളർത്തുന്നത്. പുറത്ത് കൊടുക്കേണ്ട അത്രയും അവർ വളർത്തുന്നില്ല. ഇനി അവർ അടുത്ത വർഷമൊക്കെ ആകുമ്പോൾ ഇത് പുറത്തുകൂടെ ഡീലേഴ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് നടത്തിക്കൊണ്ടിരിക്കുക. ഒരു 5-8 കിലോ നമ്മളിപ്പം എടുത്ത് പിന്നെ ഇത്ര 450 മൂടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ആവശ്യത്തിന് വേണ്ടി എല്ലാ ദിവസത്തേക്ക് വേണ്ടി യൂസ് ചെയ്യാം. ലാസ്റ്റ് ദിവസമാണ് നമ്മൾ കൂടുതലും ഗംഭീരമായിട്ട് നമ്മൾ ചെയ്യുന്നത്. പല മേഖലയിൽ നിന്ന് ആൾക്കാർ ഇവിടെ വരും കാണാൻ വേണ്ടി. അത്തം ഇടുമ്പം പൂ പിച്ചിടത്തില്ല, അടുക്കിയടിക്കാൻ വയ്ക്കുന്നത് വലിയ വലിയ ശില്പങ്ങളൊക്കെ ഇല്ലേ. അപ്പോൾ ഇവർ ചെയ്യാൻ പോകുന്ന ഗണപതിയാണ്. നമുക്ക് തിരുവോണത്തിൻ്റെ അന്ന് എന്തായാലും അത് കാണാം. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഒന്നും വരാം. ഞങ്ങൾ കറങ്ങി കേസ് എവിടേക്കോ എത്തി. ഞങ്ങൾ എവിടേക്കോ കറങ്ങുന്നുണ്ട്. ഇങ്ങനെ അത്തം ഉണ്ടോ എന്ന് ചോദിച്ച് എവിടേക്ക് കൂടെ കറങ്ങുന്നുണ്ട് കേസ്. അപ്പോൾ കേസ് നമ്മുടെ അടുത്ത അത്തം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ അങ്ങനെ ഒരു സത്യം നമ്മൾ തിരിച്ചറിഞ്ഞു കേസ്. ട്രിവാൻഡ്രത്ത് അത്ത ക്ഷാമമാണ് കേസ്. അത്തം ഇല്ല, അത്തം കുറവാണ്. ഞങ്ങൾ അലയുന്നുണ്ട് ഒരു അത്തം കാണാൻ വേണ്ടിയിട്ട്. പണ്ട് ചില ജംഗ്ഷനിലൊക്കെ ആണെങ്കിൽ ചാണകം മെഴുകിയിട്ട് അതിൻ്റെ പുറത്തിരിക്കും. അപ്പോൾ നല്ല കറക്റ്റായിട്ട് ഫിക്സ് ആയിരിക്കാറുണ്ട് അവിടെ. എനിക്ക് തോന്നുന്നു ഈ ഏരിയയിലൊക്കെ തിരുവോണത്തിന് മാത്രം അത്തം ഇടുന്ന ഒരു സിസ്റ്റമായി മാറിക്കൊണ്ടിരിക്കുന്നു. തിരുവോണത്തിന് നല്ല വലുതായിട്ട് അടുക്കടുക്കായിട്ട് നല്ല കട്ടിക്കിടാറുണ്ട്. ഇനി അതിന് വേണ്ടിയാണോന്ന് അറിയത്തില്ല. ഞങ്ങൾ നേരത്തെ കണ്ടപ്പോൾ ആ ചേട്ടന്മാർ പറഞ്ഞു ഇവിടെ തിരുവോണത്തിൻ്റെ അന്ന് മാത്രമേ ഇടാറുള്ളൂ. ഒരു 10-40 അത്തമുണ്ട്. അപ്പോൾ അന്ന് എന്തായാലും നമുക്ക് പറഞ്ഞല്ലേ, ഇപ്പോഴും കാണാൻ പറ്റും. പക്ഷേ നമുക്ക് കുറച്ച് ലിമിറ്റഡ് ആയിട്ടേ ഉള്ളൂ. നമുക്കിനി അടുത്ത അത്തം തേടി പോകാം കേസ്. കഷ്ടപ്പാടാണ്, അലഞ്ഞിട്ട് അത്തമൊന്നും കിട്ടുന്നില്ല. അടുത്തതിലോട്ട് പോകാം. ഞങ്ങളിത് അലഞ്ഞോണ്ടിരിക്കുകയാണ് കേസ്. അത്തം നോക്കി അത്തം ഒരിടത്തുമില്ല. ബാറ്ററൊക്കെ ഇത്രയ്ക്ക് അതപ്പതിച്ച് പോയി കേസ്. നമ്മൾ രാവിലെ 7 മണി കഴിഞ്ഞപ്പോൾ ഇറങ്ങിയതാണ് കേട്ടോ. ഇപ്പോഴത്തെ സമയം 11:39. വേറെ അത്തങ്ങളൊന്നും കാണാൻ കിട്ടുന്നില്ല. നോക്കാം നമുക്ക്. അപ്പോൾ കേസ് ഞങ്ങൾ അത്തം തേടി ഒരത്തമില്ല കേസ്. അവസാനം ഞങ്ങൾക്ക് KCB കയറി അത്തം എടുക്കേണ്ടി വന്നു. KCB ഓഫീസിൻ്റെ അകത്ത് ഇട്ടിട്ടുള്ള അത്തമാണ്. റോഡിലൊന്നും ഒന്നുമില്ല കേസ്. നമുക്ക് ലാസ്റ്റ് ഇങ്ങനത്തെ അത്തം എടുക്കേണ്ട അവസ്ഥ വന്നു. അതാണ് നമ്മുടെ
ട്രിവാൻഡ്രത്തെ ശരിക്കുള്ള അവസ്ഥ. ഇനി നമുക്ക് കോളേജുകളിലും കയറി എടുക്കേണ്ടി വരുമെന്നാ തോന്നുന്നു, അവസാനം കിട്ടാതെ. നല്ല ഡിസൈനിൽ അവർ അത്തമൊക്കെ ഇട്ടിട്ടുണ്ട്. ഇന്ന് അവരുടെ ഓണം പരിപാടിയായിരിക്കും, അതായിരിക്കും ഇവിടെ അത്തം ഇട്ടത്. അല്ലാതെ നമുക്ക് ട്രിവാൻഡ്രത്ത് ഇനി അത്തം കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അവില് വേണോ? കുറച്ചെടുത്ത് കഴിച്ചോ. പോ ശർക്കര ഉണ്ട്, ആരും കാണാൻ എടുത്ത് കഴിച്ചോ. മാളുവിന് കുറച്ച് അവിലും കൊടുക്കാൻ. ഒന്നാമതേ അവരോട് ചോദിച്ചിട്ടാ വീഡിയോ എടുക്കത്. ഇതും കൂടെ കണ്ട ഈ വീഡിയോ കൂടെ കിട്ടത്തില്ല. നമുക്ക് കേസിന് അടുത്ത് ഏതെങ്കിലും ഒക്കെ ഉണ്ടാവും നോക്കി പോവാം, അല്ലെങ്കിൽ ഇതുപോലുള്ള ഗവൺമെന്റ് ഓഫീസിലോ. ട്രിവാൻഡ്രത്ത് ഓണം തീർന്നു, അത്തം മരിച്ചു, അത്തം ഇല്ല ഇനി. ഞങ്ങളൊരു നീണ്ട അലച്ചിലിന് ശേഷം നമ്മുടെ അടുത്ത അത്തം എത്തിയിരിക്കുകയാണ്. ഇതൊരു ഗണപതിയുടെ അത്താണ് കേട്ടോ. കൊള്ളാം, നല്ല ക്യൂട്ട് സിമ്പിൾ അത്തമാണെങ്കിൽ. ഗണപതിയുടെ കണ്ണിൽ വന്നിട്ട് നമ്മുടെ പണ്ടത്തെ ഗോലി ഉണ്ടല്ലോ, ആ ഗോലിയാ ഗണപതിയുടെ കണ്ണിൽ. ഇപ്പൊ എല്ലായിടവും ഈ തടി കൊണ്ട് ഇങ്ങനെ സ്ലോപ്പ് ഉണ്ടാക്കിയിട്ട് അറ്റം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഗൈസ് നമുക്കിനി അടുത്ത അത്തം കാണാം. ഇനി എത്ര നേരം അലഞ്ഞിട്ടാണ് അടുത്ത അത്തം കിട്ടുന്നതെന്ന് അറിയത്തില്ല. നല്ല വെയിലുണ്ട്. വെയിലുണ്ട്. ഞങ്ങൾ എപ്പോഴും ഇറങ്ങിയ രാവിലെ 7 മണിക്ക് അടുപ്പിച്ചിറങ്ങിയതാണ്. ഇപ്പോൾ സമയം വന്നിട്ടത് 12:45. അലച്ചിലാണ് ഗൈസ്, ഫുൾ അലച്ചിലാണ്. അലഞ്ഞ് നടക്കും അത്തം കാണാൻ വേണ്ടി. ഒന്നും കാണുന്നില്ല. അപ്പോൾ അങ്ങനെ നെക്സ്റ്റ് അത്തം കണ്ടുപിടിച്ചിരിക്കുകയാണ് ഗൈസ് നമ്മൾ. നല്ല ഡിസൈനാണ് കേട്ടോ, കാണാൻ നല്ല രസമുണ്ട്. കുറച്ച് അത്യാവശ്യം വലുതുമാണ്. കൊള്ളാം ഗീസി, അത്തപ്പൂക്കെ കാണുമ്പോൾ സന്തോഷമുണ്ട്. ആൾക്കാരൊക്കെ ഇടുന്നുണ്ടല്ലോ, ഇതൊക്കെ കണ്ട് ഭയങ്കര എക്സൈറ്റ്മെൻറ്റും ആണ്, ഭയങ്കര സന്തോഷം ഫീൽ ചെയ്യുന്നുണ്ട് ഗീസി ഈ ഒരു അത്തമൊക്കെ കാണുമ്പോൾ. ഇല്ലേ, ഒരു മനസ്സിലൊരു അത്തം കണ്ടല്ലോ. പണ്ട് നമ്മൾ ഇങ്ങനെയൊന്നും അല്ല കണ്ട് വളർന്നത്. സന്തോഷം ഫീൽ ചെയ്യുന്നുണ്ട് ഗീസ്. ഇപ്പൊ അത്തം നൊസ്റ്റായി കഴിഞ്ഞല്ലേ. ഇനി ഒരു 5 വർഷം കൂടെ കഴിയുമ്പോൾ ഗീസ് അത്തമൊന്നും ഇല്ലാതാവും. അടുത്ത തലമുറയ്ക്ക് അത്തം എന്നുള്ളത് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സംഭവമായിരിക്കും. ഭയങ്കര ഒരു പുതുമ എക്സൈറ്റ്മെൻറ്റോടെ കാണുന്നൊരു സംഭവമായിരിക്കും മിക്കവാറും. കാരണം അത്തം ഇല്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഗീസ് നമുക്കിനി അടുത്ത അത്തം കാണാം, ഉണ്ടെങ്കിൽ കിട്ടുവാണെങ്കിൽ. ഇതാണ് കേട്ടോ നമ്മുടെ നെക്സ്റ്റ് അത്തം. ഇത് നമ്മുടെ പണ്ടത്തെ രീതിയിലുള്ള അത്തം തന്നെ കേട്ടോ. ചാണകം മെഴുകിയ രീതി നമ്മൾ നേരത്തെ അവിടെ കണ്ടില്ലേ, അതേ രീതി തന്നെയാണ് ഇതും. സിമ്പിളായിട്ടുള്ള കുഞ്ഞി ക്യൂട്ട് അത്തം. ഇത് നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ കുറച്ച് ഇപ്പുറത്ത് തന്നെയാണ് ഈ അത്തം. അപ്പോൾ ഹാപ്പി ടു സീ ദിസ് കൈൻഡ് ഓഫ് അത്തംസ്. നല്ലതാണ് ഗേസ്. അല്ലെങ്കിൽ ഞാൻ ഈ വഴി പോകുമ്പോഴേ കുറഞ്ഞ ഒരു 10 കുറവാണ്, അതിൽ കൂടുതലും കാണും. ഓരോ ജംഗ്ഷനിൽ അവിടെ അത്തം കാണുമായിരുന്നു. ഇപ്പോൾ ഒരു അത്തം ഇല്ല ഗേസ്. എന്ത് പറ്റി പ്രധാനത്തിന് നമ്മുടെ കസ്റ്റമൊക്കെ പോയിക്കൊണ്ടിരിക്കുമെന്ന് തോന്നുന്നു. ആർക്കും വയ്യ, അത്തവിടെ വയ്യാത്തയാണോ എന്താ പ്രശ്നമെന്ന് അറിയത്തില്ല. ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആണ് ഗേസ്, ഭയങ്കരമായിട്ട് ഡിസപ്പോയിൻറ്റഡ് ആണ്. അപ്പോൾ ഗേസ് ഞങ്ങൾ അവസാനത്തെ അത്തം കാണാൻ വന്നിട്ടുണ്ട്. ഞങ്ങൾ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ അത്തമാണ് ഗേസ്. അങ്ങനെ അവസാന അപ്പുറമല്ല അത്തം. അപ്പോൾ അവസാനം അത്തം ഗേസ് നല്ല അത്രമല്ല അത്തം. അവസാന അത്തം ഗംഭീരമായിട്ടുണ്ട് ഗേസ്. ട്രിവാൻഡ്രത്ത് ഞങ്ങൾ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ അത്തമാണത്. ഇത് എല്ലാ വർഷവും ഇവരിത് ഇടാറുണ്ട് ഗൈസ്. ഇന്നത് സരസ്വതി ദേവിയാണ് തോന്നുന്നത്. വർഷങ്ങൾ കൊണ്ട് ഇടാറുണ്ട്. ഞാൻ ജനിച്ച തൊട്ട് ഇത് കാണാറുണ്ട്. അന്നോട്ട് ഇങ്ങനെ തന്നെയാണ് ഇടുന്നത്. ഇത്രയും ഒരു വലിപ്പത്തിൽ തന്നെയാണ് അവരിടുന്നത്. അറ്റ് ലാസ്റ്റ് നമ്മൾ എത്ര അലഞ്ഞെങ്കിലും സൈനിങ് ഓഫ് ചെയ്യുന്നതിന് മുന്നേ വലിയൊരു അത്തം കാണാൻ പറ്റി അല്ലേ ജോമനെ? അപ്പോൾ ഗൈസ് നമ്മുടെ അത്ത കൾച്ചർ എന്നുള്ളത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒന്നുമില്ല ഗൈസ്, നമ്മൾ ഓൾമോസ്റ്റ് ഒരു 60 കിലോമീറ്ററിന് മേളിൽ പോയി ഗൈസ്. കണ്ടത് വെറും ഇത്ര അത്തമാണ് ഗൈസ്. സീരിയസ്ലി ഒന്നുമില്ല, അത്തമില്ല. അത്തം ഭയങ്കര കുറവാണ്. അല്ലെങ്കിൽ ഗൈസ് എൻ്റെ ആ ഒരു വീടിൻ്റെ ആ പരിസരങ്ങളിൽ തന്നെ കുറഞ്ഞതൊരു 10 കാണും. ഇപ്പം ജസ്റ്റ് 1 ഉള്ളത്. പിന്നെ മൊത്തത്തിലില്ല ഗൈസ്. ഈ ഒരു 60 കിലോമീറ്ററിന് പോയിട്ട് ഞങ്ങൾ കണ്ടത് വെറും ഇത്ര അത്തം മാത്രമാണ്. അപ്പോൾ അടുത്ത വർഷമെങ്കിലും ഓണത്തിന് എല്ലാവരും ഒക്കെ അത്തം ഇടാൻ ശ്രമിക്കുക. നമ്മുടെ ഒരു കസ്റ്റമാണ്, നമ്മുടെ ഒരു ആചാരമാണ്. അതിനൊന്നും ഇല്ലാണ്ടാക്കരുത്. കുറച്ച് വർഷമൊക്കെ കഴിയുമ്പം പിള്ളേരൊക്കെ ഇത് കാണാൻ ഭയങ്കര ആകാംക്ഷയോട്ട് ഇരിക്കുമായിരിക്കും അല്ലേ. അപ്പോൾ ഇതൊന്നും ഇല്ലാണ്ടാക്കരുത് ഗീസ്. ഒത്തിരി വിഷമമുണ്ട് ഇങ്ങനെ അത്തം കാണാൻ പറ്റാത്തില്ല, അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. അപ്പോൾ ഞങ്ങളിത് എന്തായാലും ഗീസ് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഇവിടെ. നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബൈ ഗീസ്.